പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പുതിയ തുടക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കുന്നു? നീണ്ടു നിൽക്കുന്ന സമാധാനം അനുഭവിക്കുന്നുണ്ടോ? പുതുവർഷങ്ങളൊക്കെ വരുമ്പോൾ അതൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയൊക്കെ ഒന്നുകൂടെ ഓർക്കാൻ. യേശു കർത്താവിൽ നാം ആശ്രയിച്ചാൽ അവനിൽ ആശ്രയിക്കുന്ന സകലർക്കും ദൈവം എൻഡ്യൂറിങ് പീസ് അവൈലബിളാക്കി കൊടുക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഇന്ന് അല്പനേര ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 15:5, ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. മെനി ഇയേഴ്സ് എഗോ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന്. എന്നാൽ ഫിലിപ്പിയർ 4:13 പറയുന്നുണ്ട്, I can do all things through Christ who strengthens me. എല്ലാം എനിക്ക് ചെയ്യുവാൻ പ്രാപ്തിയുണ്ട്, കാരണം എന്നെ ശക്തിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രാറ്റജിക് ടൈമാണ്. നമ്മളെല്ലാം ജീവിതത്തോടുള്ള നമ്മുടെ അപ്രോച്ചും നമ്മുടെ ഔട്ട്ലുക്കും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നൊരു സമയമാണ്. എന്നാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിലെ ശരിയായൊരു ഫോക്കസ് ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് പുതുവർഷങ്ങൾ നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? യോഹന്നാൻ 15:5 പറയുന്നത്, ഫലം കായ്ക്കണമെങ്കിൽ ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫലം കായ്ക്കണമെങ്കിൽ നാം കർത്താവിലും കർത്താവ് എന്നിലും വസിക്കണം. എങ്കിൽ മാത്രമേ വളരെ ഫലം കായ്പാൻ്റെ ഗുണം ഇടയാകത്തുള്ളൂ. യേശു ഒരിക്കൽ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശു കർത്താവാണ് വൈന്, നമ്മൾ കൊമ്പുകളാണ്. യേശു കർത്താവാണ് നമ്മുടെ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് നറിഷ്മെൻറ്റ്. അപ്പോൾ കുഞ്ഞെ, നീ പിന്നെ നിൻ്റെ ശക്തി വേറെ ഏതിൽ നിന്നൊക്കെയാണ് പ്രാപിക്കുന്നത്? ഈ വസിക്കുക അല്ലെ എബൈഡ് ചെയ്യുക എന്നുള്ളതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. എ ക്ലോസ് ഇൻറ്റിമേറ്റ് വാക്ക് വിത്ത് ജീസസ്, ലിവിങ് വിത്ത് ഹിം, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ബേസിക്സിലാണ് ഇങ്ങനെയുള്ള ദൈവത്തോടു കൂടിയുള്ള വാക്കിനെ പണിതെടുക്കാൻ പറ്റത്തുള്ളൂ. എന്തുവാ ബേസിക്സ്? പ്രെയർ, ബൈബിൾ റീഡിങ്, ബൈബിൾ സ്റ്റഡി, ഫെലോഷിപ്പ് വിത്ത് ബിലീവേഴ്സ്, അല്ലേ? നീഡി വേൾഡ്, ആവശ്യത്തിലിരിക്കുന്ന ലോകത്തിനും ദൈവത്തിൻ്റെ സഭയ്ക്കും നമ്മളെന്തെങ്കിലും സർവീസൊക്കെ ചെയ്യുക. ഇതെല്ലാം നാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായിട്ട് തീരുക. എന്നാൽ ചിലർ അല്പം സ്വല്പം ഫലമേ കായ്ക്കത്തുള്ളൂ. എന്നാൽ വളരെ നാച്ചുറലായിട്ട് ഈ ഫ്രൂട്ട് നമ്മിൽ നിന്ന് പുറത്തു വരും. എപ്പോഴാണെന്നറിയാമോ? നാം അവനിൽ അബൈഡ് ചെയ്യുമ്പോൾ, അവനിൽ വസിക്കുമ്പോൾ. ഈ ഒരു വർഷം കൂടുതൽ ഫലം കായ്പാൻ്റെ ഗുണം നമ്മെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തേ. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കൊന്ന് നയിക്കുവാൻ, പല പുതിയ കപ്പാസിറ്റിയിൽ ദൈവത്തിൻ്റെ ജനത്തെ ഒന്ന് ശുശ്രൂഷിപ്പാൻ, ദൈവരാജ്യം വളരുന്ന ഒന്ന് കാണുവാൻ തക്കൊണ്ടും ആഗ്രഹിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശു കർത്താവ് പറഞ്ഞ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഫിലിപ്പിയ ലേഖനം 4:13 പറയുന്നത്, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിറ്റി ബിഗ്, എല്ലാ കാര്യവും. എന്നാൽ
ഈ പ്രോമിസൊക്കെ മറന്ന് പോകാറില്ലേ? ഫിലിപ്പിയർ 4:13 നമ്മൾ നോക്കുമ്പോൾ ഓൾ തിങ്സ് എന്ന് പറയുന്നതിൻ്റെ പവർ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പൗലോസിന് ഇത് ചെയ്യുവാൻ കഴിഞ്ഞത് യേശു കർത്താവിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചിട്ടാണ്. സഫർ ചെയ്യുന്നവരും ആവശ്യത്തിലിരിക്കുന്നവരും വിശന്നിരിക്കുന്നവരും ഒക്കെ നമ്മുടെ ചുറ്റും കാണും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും പലരും ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ അതിജീവിച്ച് അവരുടെ ജീവിതത്തിൽ ഉരുവായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. യേശു ക്രിസ്തു എത്ര വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി അക്കംപ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. കുഞ്ഞെ, നിൻ്റെ സമാധാനവും നിൻ്റെ സന്തോഷവും കഴിഞ്ഞ വർഷം നീ അനുഭവിച്ചത് അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു? കർത്താവിൽ പൂർണ്ണമായിട്ട് തറലി ഡിപ്പെൻഡൻ്റായിട്ടിരിക്കുന്ന ആൾക്കാരെ നാം കാണുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് എല്ലാ ട്രയൽസിൽ നിന്നും ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞ രക്ഷ പ്രാപിച്ച് ജീവിക്കുന്നവരായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം സമാധാനം കൊണ്ട് നാം നിറയാറുണ്ട്, അല്ലേ? ഞാൻ പറയട്ടെ, ലാസ്റ്റ് ഇയർ എങ്ങനെയും ആയിക്കോട്ടെ, അതിനെ കഴിഞ്ഞ് ബെറ്ററായിട്ട് ഈ വർഷമായി തീരുവാൻ തക്കവണ്ണം കൂടുതൽ ദൈവത്തിലൊന്ന് വസിപ്പാൻ തക്കവണ്ണം, ആ ദൈവത്തിലൊന്ന് സന്തോഷിപ്പാൻ തക്കവണ്ണം കുഞ്ഞെ നിനക്ക് കഴിയുമോ? കഴിയണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യെശയ്യാവ് 30:15, ഐസായ 30:5. അവർ ഒക്കെയും തങ്ങൾക്ക് ലജ്ജയും അപമാനവും അല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും വരാത്ത ഒരു ജാതി നിമിത്തം ലജ്ജിച്ചു പോവും എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ, നാം അതിൻ്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ കാതലായ ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് ഐസായ 30:15, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ ആ ഭാഗം അവിടെ അങ്ങ് വിട്ടേരെ. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. അതൊന്ന് ചിന്തിച്ചേ. അസീറിയൻ എംപയർ വന്ന് ദൈവജനത്തെ ആക്രമിച്ച ഒരു കോണ്ടെക്സ്റ്റിലെ സംഭവമാണ് ഈ യെശയ്യാവ് 30 പറയുന്നത്. കിങ്ഡം ഓഫ് ജൂത അവർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. മറ്റുള്ള കിങ്ഡംസ് അവരെങ്ങനെ നശിപ്പിച്ചോ അതുപോലെ ഇത് നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ഭീഷണി നിലനിൽക്കുന്ന ആ നിഴലിൽ ജൂത ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇഷ്ടപ്പെടാതെ മുന്നോട്ട് വന്നു. Instead, they chose to trust in an alliance with Egypt. മിസ്രൈമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിലേക്കൊക്കെ അവർ വന്നു. ദൈവം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം എന്നറിയാമോ? അസ്രിയൻസിന് എഴുതി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് നമ്മുടെ ബലം. സഹായത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ദേ കുഡ് ഹാവ് ട്രസ്റ്റഡ് ഗോഡ് ഫോർ ഹിസ് പ്രോമിസ്. എന്നാൽ യെശയ്യാവ് 30:15 നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ ദൈവത്തിൻ്റെ പ്രോമിസസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രോമിസ് നാം ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ നാം അടങ്ങി വന്നേ പറ്റൂ. നമ്മുടെ അറിവിൽ എന്തെങ്കിലും ഡിസൊബീഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയണം. ഔട്ട്റൈറ്റ് സിന്നുകളൊന്നും കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. റിയൽ ആശ്രയം ദൈവവചനത്തിൽ
വന്നിട്ടുണ്ടെങ്കിൽ, റിട്ടേണിങ് ആണെങ്കിലും ഞാൻ പറയട്ടെ, ഏതിലും നാം ദൈവത്തോട് ഒന്നുകൂടെ അടുത്തോണം. വി ഷുഡ് ഡ്രോ ക്ലോസ് ടു ഗോഡ്. അതിന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളെ മറച്ച് സൂക്ഷിക്കുമാറാകണമേ. ലഭിക്കേണ്ട നന്മകളൊന്നും ശത്രു തടയുവാനിടയായിരുതേ. അത് ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും തലമുറകളുടെ ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെ എത്തിയിരട്ടെ. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. വിഷ്ണു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.